പാവൂര് ടീച്ചറെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളിൽ നിന്ന് പോലും അകറ്റിയിട്ട് ഉള്ളത് മുഴുവൻ പിടിച്ചു വാങ്ങാൻ വേണ്ടി അതിവിദഗ്ധമായി നിങ്ങൾ ഒരുക്കിയ ഒരു കെണിയായിരുന്നില്ല ഇത്. ഒക്കെ എന്റെ തെറ്റാ. മനപ്രയാസം കാരണം ഞാനൊരു ഇത്തിരി കുടിച്ചുപോയി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല സാർ. സർവ്വ നിയന്ത്രണവും വിട്ടുപോയി. ഇപ്പോഴേ നമ്മളിവിടെ ശ്യാമുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ഇവിടെ വന്ന് ഒളിഞ്ഞു നിന്നതിനാ നമ്മൾ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ വല്ലാത്തൊരു പരവേശത്തോടു കൂടി അവൾ മുകളിലോട്ട് കയറിപ്പോയത് നീ ശ്രദ്ധിച്ചില്ലേ? മിസ്റ്റർ ധനപാലിന് എന്താ എന്നോട് പറയാനുള്ളത്? എത്തിയോ? ഏതായാലും മാഡത്തിന് 100 ആയുസാ. ഇപ്പോഴെങ്കിലും ചാകത്തില്ല. പറഞ്ഞിങ്ങോട്ട് നാവ് എടുത്തതേ ഉള്ളൂ. വലിയ പെർഫോമൻസ് ഒന്നും വേണ്ട. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങ് പറയണം. പറയാൻ തന്നെയാ വന്നത്. അത് പറഞ്ഞിട്ടേ ധനപാലം പോകത്തുള്ളൂ. പത്രവാർത്തയെ കുറിച്ചാണെങ്കിൽ എനിക്ക് കേൾക്കണമെന്നില്ല. എങ്ങനെ കേൾക്കണം? കേട്ടേ പറ്റൂ. അത് തന്നെയാ ധനപാലന് പറയാനുള്ളതും. എന്നെ കൊടുക്കാൻ വേണ്ടി നിങ്ങളും കുറെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതല്ലേ? എന്നിട്ടിപ്പോ എന്തായി? പത്രത്തിൽ വന്ന കൊലയാളിയുടെ പേര് വായിച്ചില്ലേ? ധനപാലനല്ലാതെ ഇപ്പൊ എന്ത് പറയുന്നു മാഡം? എന്താ ഒന്നും പറയാനില്ലേ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. പാവൂര് ടീച്ചറെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളിൽ നിന്ന് പോലും അകറ്റിയിട്ട് ഉള്ളത് മുഴുവൻ പിടിച്ചു വാങ്ങാൻ വേണ്ടി അതിവിദഗ്ധമായി നിങ്ങൾ ഒരുക്കിയ ഒരു കെണിയായിരുന്നില്ല ഇത്. ശ്യാമപ്രസാദ്, അരുന്ധതി മേനോനൊക്കെ ചേരുന്ന ഒരു വൻ റാക്കറ്റിന്റെ കയ്യിൽ പെട്ടുപോയ ഒരു പാവം പെൺകുട്ടിയായിരുന്നില്ലേ രേണുക? പറ, ശ്യാമപ്രസാദ് നിങ്ങൾക്ക് തന്നെ എന്ത് തന്നു? എത്ര ലക്ഷങ്ങൾ കാഴ്ചവെച്ചു? കിടന്ന് തുള്ളാതെ പെൺപിള്ളേ. തുള്ളലും ആട്ടമൊക്കെ അങ്ങ് കോടതി കാണിച്ചാൽ മതി, ജഡ്ജിയുടെ മുമ്പില്. പറയിക്കും ഞാൻ എല്ലാത്തിനെയും കൊണ്ട്. വീടിലെ ഒരുത്തിയ ധനപാലൻ. താൻ എന്ത് ചെയ്യുമെന്നാണോ ഈ പറയുന്നത്? ഏതോ ഒരാൾ കുറ്റസമ്മതം നടത്തിയതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു എന്നാണോ വിചാരം? തന്നെ ഞങ്ങൾ വിശ്വസിച്ചു എന്നാണോ? എങ്കിലത് വെറുതെ ആണോ? തന്റെ വെറും വ്യാമോഹം മാത്രമാണത്. ഉത്തരം പറയാൻ പോകുന്നത് താനാ. ആഹാ, ഇത് കൊള്ളാമല്ലോ. ആടിനെ പട്ടിയാക്കാൻ നോക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവം ഇവിടെ ചെലവാക്കാന്ന് വിചാരിച്ചോ? അത് ധനപാലനടുത്ത് വേണ്ട. നമുക്ക് കാണാടോ. കാണാനൊന്നുമില്ല പെണ്ണുപിള്ളേ. ഞാൻ ഒരിക്കൽ കൂടി പറയാ, ഇനിയും വൈകിട്ടില്ല. ഒക്കെ മറക്കാൻ ഞാനും രാധികയും തയ്യാറാ. എന്ത് വേണമെന്ന് ടീച്ചർ തീരുമാനിക്കാം. ധനപാലൻ ഇപ്പൊ പോ. ഓഹോ, എന്നിട്ടും ഒന്നും വിശ്വാസമായില്ലല്ലേ? വേണ്ട, കണ്ടറിയാത്തൊരു കൊണ്ടറിയുന്നല്ലേ പ്രമാണം. കൊണ്ടറിഞ്ഞോ? ഞാൻ പോന്നു. പോട്ടെ മാഡമേ, കുറെ കൂടി അങ്ങ് കാതിലോട്ട് ഓതി കൊടുക്ക്. എന്നിട്ട് ബാക്കി കൂടി വല്ലതും അങ്ങ് പിടുങ്ങ്. ഇനി എന്തോന്നു ബാക്കി ഈ പാഴ്ത്തടി അല്ലാതെ? അതെ, ചാകുമ്പോ ഈ മൃതശരീരമെങ്കിലും ഒരു മോളുള്ളതിന് വിട്ടുകൊടുക്കൂ. അതും വിറ്റ് കാശാക്കൂ. നിങ്ങളോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. അതെ, ഞാൻ പോവാം. പക്ഷെ ഇനിയും ഞാൻ വരും, ഓർത്തോ? എന്നാലും അവൻ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നു? എല്ലാരും എല്ലാം മറന്നതല്ലായിരുന്നോ? ആ കേസാണെങ്കിൽ എന്നേക്കുമായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഏതാണ്ട് ക്ലോസ് ചെയ്ത അവസ്ഥയിലുമായിരുന്നു. അതിനിടയിൽ അവൻ ഇപ്പൊ ചാടിക്കയറി ചെന്ന് കുറ്റം സമ്മതിക്കേണ്ട കാര്യം എന്നതായിരുന്നു? ഒക്കെ എന്റെ തെറ്റാ. മനപ്രയാസം കാരണം ഞാനൊരു ഇത്തിരി കുടിച്ചുപോയി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല സാർ. സർവ്വ നിയന്ത്രണവും വിട്ടുപോയി. ഞാനെന്താ പറഞ്ഞെന്ന് പോലും എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. പാവം ശാലിനിയുടെ കാര്യം ഓർക്കുമ്പോഴാ. ഞാനാ എല്ലാത്തിനും ഉത്തരവാദി. ശ്യാം, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനി അതേക്കുറിച്ച് ഓർത്തിങ്ങനെ സ്വയം കുറ്റപ്പെടുത്തിയിട്ടോ ശപിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഗിരിയെ രക്ഷിക്കാനുള്ള വഴിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ അതിന് പറ്റും സാർ? അവൻ സ്വയം കുറ്റം ഏറ്റു പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു പ്രതീക്ഷയില്ല സാർ. അങ്ങനെ പറഞ്ഞ് നമുക്ക് കൈയൊഴിയാൻ പറ്റില്ലല്ലോ. ശിക്ഷ ഉറപ്പായ പല കേസുകളിലും ഒരു നെല്ലിട വ്യത്യാസത്തിന് നമ്മൾ പ്രതികളെ രക്ഷിച്ചിട്ടില്ലേ? ആത്മവിശ്വാസം വീണ്ടെടുക്കണോ? എന്നിട്ട് ഈ കേസ് താൻ തന്നെ വാദിക്കും.
വക്കീൽ ജീവിതത്തിലേക്കുള്ള തന്റെ രണ്ടാം വരവിന്റെ തുടക്കമാകട്ടെ. ഐ ആം ഷുവർ താൻ തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും. നോ സർ, എനിക്കതിന് കഴിയില്ല. കഴിയണം, കഴിഞ്ഞേ തീരും. എങ്കിലേ ഈ കുറ്റബോധത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ. പക്ഷെ അപ്പോഴും എന്റെ കുറ്റബോധം ബാക്കി നിൽക്കില്ല സർ. അതെങ്ങനെ? താൻ എന്തായി പറയുന്നേ? എന്റെ അളിയന്റെ പേരിലുള്ള കുറ്റം രേണുകയെ കൊന്നു എന്നുള്ളതാ. രേണുക അവൾ എന്റെ കുഞ്ഞിന്റെ അമ്മയാ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്റെ കുഞ്ഞിന്റെ അമ്മ. ശാലിനിയും കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും ശ്യാം അത് ചെയ്യണമെന്നാ എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ സഹോദരിക്ക് വേണ്ടി രേണുക എനിക്ക് കൈയൊഴിയേണ്ടി വന്നു. ഇപ്പൊ അതേ സഹോദരിക്ക് വേണ്ടി രേണുകയുടെ കൊലപാതകയെ ഞാൻ രക്ഷിക്കേണ്ടി വരുന്നു. എനിക്കതിന് കഴിയൂ സാർ. സോറി ശ്യാം, ഞാൻ അത്രയ്ക്കൊന്നും അങ്ങോട്ട് ചിന്തിച്ചില്ല. വേണ്ട, ഞാൻ തന്നെ ഈ കേസ് ഏറ്റെടുത്തോളാം. എങ്ങനെയും ഞാൻ ഗിരിയെ രക്ഷിക്കും. ഗംഗ അറിഞ്ഞില്ലേ ശ്യാം? അവൾ എന്തെങ്കിലും ഒന്നും മിണ്ടിയിട്ടും കൂടിയില്ല ആന്റി. ശാലുവിനെയും കുഞ്ഞിനെയും എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടത് പോലും എനിക്കറിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് ആന്റി? ശ്യാം, ഈ സമയത്ത് താൻ കൂടി ഇങ്ങനെ ആയാലോ? എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ട ആളല്ലേ താൻ. നമുക്ക് ഗിരിയെ രക്ഷിക്കാവിടോ? താൻ ഒന്ന് സമാധാനപ്പെട്. ഏയ്, ഡോണ്ട് ബി സില്ലി. താൻ വീട്ടിലോട്ട് ചെല്ലേ. ഞാൻ എങ്ങനെ സാർ വീട്ടിലേക്ക് ചെല്ലുക? ശാലുവിനും ഗംഗയൊക്കെ എങ്ങനെ സാർ ഞാൻ ഫേസ് ചെയ്യുക? എനിക്ക് വയ്യ സാർ, എനിക്ക് വയ്യ. ഇവളെന്റെ മോളാ, എന്റെ മാത്രം മോളാ. രേണുക മരിച്ചത് ഗിരി കാരണമാണോ? രേണുകയെ കൊന്നത് ഗിരിയാണോ? അപ്പോ ക്രിസ്റ്റി, ആ അയ്യർ, മറീന ബീച്ചിൽ വന്നടിഞ്ഞ തിരിച്ചറിയാനാവാത്ത അജ്ഞാത ജഡം, അത് രേണുകയുടേത് തന്നെ ആയിരുന്നോ?
മാർഗരറ്റ്? ഹലോ ഹലോ. ഹലോ സിസ്റ്റർ മാർഗരറ്റ്? ഹലോ, മേ ഐ സ്പീക്ക് ടു സിസ്റ്റർ മാർഗരറ്റ് പ്ലീസ്? ഹലോ ഹലോ ഹലോ. ഛേ, മോളിക്കുട്ടി, ഉം. നീ ക്ലാരയെ ശ്രദ്ധിച്ചായിരുന്നു? എന്താ അച്ചായ? അല്ല, അവളെ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ വളരെ വിദഗ്ധമായിട്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നില്ലയോ എന്നൊരു തോന്നൽ. അതെന്താ അച്ചായന് ഇപ്പൊ അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ? ഉണ്ട് മോളി, അവള് നമ്മളിൽ നിന്ന് എന്നതൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ. അവൾ എന്തോ മറയ്ക്കാൻ അച്ചായ? അച്ചായന് അത് വെറുതെ തോന്നുന്നതാ. അല്ല മോളിക്കുട്ടി, ശ്യാമിനെ കണ്ട ദിവസം തന്നെ അവടെ മുഖത്തുനിന്ന് ഞാനത് വായിച്ചെടുത്തതാ. അന്നവള് നിന്നോടും വല്ലാതെ കയർത്തില്ലേ? കുഞ്ഞിനോടും മോശമായിട്ട് പെരുമാറിയില്ലേ? എന്നോടുള്ള അവളുടെ പെരുമാറ്റത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. അച്ചായൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇപ്പോഴേ ആ, നമ്മളിവിടെ ശ്യാമുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ഇവിടെ വന്ന് ഒളിഞ്ഞു നിന്നതിനാ. നമ്മൾ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ വല്ലാത്തൊരു പരവേശത്തോടു കൂടി അവൾ മുകളിലോട്ട് കയറിപ്പോയത് നീ ശ്രദ്ധിച്ചില്ലേ? അച്ചായൻ ഈ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലേ അവക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ മോക്ക് എന്താ അച്ചായ? മനുഷ്യനെ ഇങ്ങനെ ഇട്ട് തീ തെറ്റിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. നീ കിടന്ന് ബഹളം കൂട്ടണ്ട.